പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ തെരുവുകൾ വലിയ സമരപ്രക്ഷോഭങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലബാർ തന്നെയാണ് വിഷയം. മലബാറിലെ +1 സീറ്റ് അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട വലിയ സമരപ്രക്ഷോഭങ്ങളാണ് ഈ വർഷവും നടന്നിട്ടുള്ളത്. സാധാരണ എല്ലാ ജൂണിലും ഈ സമരങ്ങളുടെ ഒരു വേലിയേറ്റം നമുക്ക് കാണാൻ കഴിയും. എന്താണ് മലബാറിലെ ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നത് വിശദമായി നമ്മൾ അന്വേഷിക്കേണ്ട പ്രശ്നമാണ്. നമുക്ക് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 1990 പ്രീ ഡിഗ്രി അവസാനിപ്പിച്ച് +2 ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതൽ ഈ പ്രശ്നം നമുക്ക് കാണാൻ കഴിയും. +2 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലകളിലേക്കും +2 സ്കൂളുകൾ അനുവദിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വിവേചനമാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ സമയത്ത് ആവശ്യമായ സ്വഭാവത്തിൽ, മലബാറിന് ആവശ്യമായ സ്വഭാവത്തിൽ ഈ മേഖലയിൽ +2 സീറ്റുകൾ അനുവദിക്കാതിരുന്നു എന്ന വിവേചനമാണ് ഈ പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം. പിന്നീട് ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ആഴം വർദ്ധിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പദ്ധതി കൂടിയാണ്. മലപ്പുറം ജില്ലയിൽ കേരളത്തിൻ്റെ ആവറേജ് SSLC പാസ് ഔട്ട് റേഷ്യോയിനേക്കാൾ വളരെ കുറവായിരുന്നു മലപ്പുറത്തെ പാസ് ഔട്ട് റേഷ്യോ ഉണ്ടാവാറുള്ളത്. 2000ങ്ങളുടെ തുടക്കത്തിൽ മലപ്പുറം ജില്ലയിൽ അവതരിപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു വിജയബേരി എന്നുള്ളത്. വിജയബേരി പദ്ധതി മലപ്പുറം ജില്ലയിൽ നടപ്പാക്കിയതിലൂടെ പിന്നീടുള്ള വർഷങ്ങളിൽ SSLC പാസ് ഔട്ട് റേഷ്യോയിൽ വലിയ വർധനമുണ്ടാവുകയും 2010-11 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ കേരളത്തിൻ്റെ ശരാശരി വിജയ ശതമാനത്തിലേക്ക് മലപ്പുറം ജില്ലയും വർദ്ധിക്കുന്നതും വികസിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് ഈ വിജയ ശതമാനം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊന്നും അവർക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സ്വഭാവത്തിലുള്ള +1 സീറ്റുകൾ, +1 സ്കൂളുകൾ, +2 സ്കൂളുകൾ അനുവദിക്കുന്നതിൽ കേരളത്തിലെ അന്നുണ്ടായിരുന്ന സർക്കാരുകളൊന്നും തന്നെ തീരുമാനമെടുക്കാൻ തയ്യാറായില്ല എന്നതുകൂടിയാണ് ഈ പ്രശ്നത്തെ ഏറ്റവും പ്രധാനമാക്കുന്നത്, ആഴമേറിയതാക്കുന്നത്. മലബാറിലെ എല്ലാ ജില്ലകളിലും ഈ പ്രശ്നമുണ്ട്. മലപ്പുറത്ത് മാത്രമല്ല, മലബാറിലെ 6 ജില്ലകളിലും സമാനമായ പ്രതിസന്ധി നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് മലബാറിലെ ജനങ്ങൾക്ക്, മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നത് നമ്മൾ ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടുന്ന പ്രശ്നമാണ്. എന്തുകൊണ്ടായിരിക്കും മലബാറിലെ ജനങ്ങളോട് മാത്രം ഈ ഒരു മനോഭാവം? കേരളത്തിലെ തിരുക്കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിലേക്ക് നമുക്ക് ഈ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊരു വിവേചന പ്രശ്നം, വികസന വിവേചന പ്രശ്നം നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിൽ ആദ്യമായി ഈ പ്രശ്നം ഉന്നയിക്കുന്നത് SIO ആണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലുള്ള വലിയ വിവേചനത്തെ SIO തുറന്നു കാണിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നത്തെ, ഇങ്ങനെയൊരു വിവേചനം മലപ്പുറം ജില്ലയും മലബാറും അനുഭവിക്കുന്നു എന്ന് തുറന്നു കാണിക്കുകയും അതിനാവശ്യമായ സ്വഭാവത്തിലുള്ള വിവിധങ്ങളായ പഠനങ്ങൾ നടത്തി മലബാറിലെ ജില്ലകൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ വിവേചനത്തിൻ്റെ പൂർണ്ണമായ കണക്ക് പുസ്തകങ്ങൾ പുറത്തിറക്കിക്കൊണ്ടാണ് SIO ഈ പ്രശ്നത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക്, സമൂഹത്തിന് മുമ്പിലേക്ക്, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. 2006-2007 വിദ്യാഭ്യാസ മന്ത്രിമാരെ തടഞ്ഞുകൊണ്ട് SIO ഈ പ്രശ്നത്തിൻ്റെ സമരമുഖങ്ങൾ തുറക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വലിയ പ്രക്ഷോഭങ്ങളും ജനങ്ങൾക്കിടയിലുള്ള വലിയ പ്രചരണങ്ങളും നടത്തിക്കൊണ്ട് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും SIO തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ വ്യത്യസ്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നവസാമൂഹിക പ്രസ്ഥാനങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുകയും ആ പ്രക്ഷോഭങ്ങളെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് മുമ്പിൽ, കേരളത്തിലെ അധികാരികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ, അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് അവതരിപ്പിച്ചപ്പോൾ, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന ഒരു മറുപടിയാണ്, പ്രതികരണമാണ് മന്ത്രി അന്ന് നടത്തിയിരുന്നത്. എന്ന് മാത്രമല്ല, അന്ന് SIO ഈ ഒരു വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചപ്പോൾ SIOവിനെ ആക്രമിക്കാനും തീവ്രവാദികളെന്നും വിഘടനവാദികളെന്നും വിളിക്കാനുമാണ് ഭരണകേന്ദ്രത്തിലുള്ള ആളുകളും പൊതുമണ്ഡലത്തിലെ ആളുകളും മാധ്യമങ്ങളുമെല്ലാം ശ്രമിച്ചത് എന്നുകൂടി നമ്മൾ കാണാൻ കഴിയും. SIO പറഞ്ഞത് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വികസന വിവേചനത്തെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ വിവേചനത്തെ ഇനിയും തിരുത്തുവാൻ കേരളത്തിലെ സർക്കാരുകൾ സന്നദ്ധമല്ല എന്നതാണ് ഏറ്റവും അവസാനമായി നടന്ന ചർച്ചയിലും തീരുമാനത്തിലും കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളെ വിളിച്ചുകൊണ്ട് ചേർത്ത യോഗത്തിലെടുത്ത തീരുമാനം നമുക്കറിയാവുന്നതുപോലെ 2 അംഗ സമിതിയെ നിശ്ചയിക്കുകയും വീണ്ടും പഠിക്കും എന്ന് ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ്റിന് മുമ്പിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷനുകൾ, പഠനങ്ങളും ഉണ്ടായിരിക്കെ ഇനിയും ഒരു പഠനത്തെക്കുറിച്ച് എന്തിനാണ് ആവശ്യം എന്നത് വിദ്യാർത്ഥികൾ വീണ്ടും ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ മലബാറിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ വിവേചനത്തെ അഡ്രസ്സ് ചെയ്യുവാനോ പരിഹരിക്കുവാനോ ഞങ്ങൾ സന്നദ്ധമല്ല
എന്ന പ്രഖ്യാപനം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും അവസാനവും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമരങ്ങളുടെ ഒടുവിൽ ഗവൺമെൻറ് ഈ സമരത്തോട് കഴിയാതിരിക്കും വന്ന ഘട്ടത്തിലാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ SFIയുടെ മറ്റൊരു മുഖം കൂടി നമ്മളിവിടെ കാണുകയാണ്. സാധാരണ നമ്മൾ 8 കാല് മമ്മൂഞ്ഞ് എന്നുള്ളത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. എന്നാൽ ഒരു 80 കാല് മമ്മൂഞ്ഞായി SFI വീണ്ടും വരുന്ന ഒരു ഘട്ടം നമ്മൾ കാണുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം SFIയുടെ സമര വിജയം എന്ന ആഘോഷത്തോടുകൂടെ SFI വീണ്ടും പോസ്റ്റർ അടിച്ച് ആഘോഷമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തെ, മലബാർ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ വിവേചനത്തെ ഇനിയും തുടരുവാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കെ, 10ാം ക്ലാസ് പാസ്സായ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾ പോലും അഡ്മിഷൻ ലഭിക്കാതെ, +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കെ ഈ പ്രശ്നത്തെ പരിഹരിക്കാതെ അതിനോട് മുഖം തിരിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധ്യമല്ല, സന്നദ്ധമല്ല. അതിനോടുള്ള സമരപ്രഖ്യാപനങ്ങൾ വീണ്ടും നടത്തണം. വിദ്യാർത്ഥികൾക്ക്, മലബാറിലെ വിദ്യാർത്ഥികൾക്കും മറ്റ് കേരളത്തിലെ എല്ലാവർക്കും ലഭിക്കുന്നത് പോലെയുള്ള തുല്യമായ അവസരങ്ങളും വിദ്യാഭ്യാസ അവകാശവും ലഭിക്കുന്നതുവരെയുള്ള പ്രക്ഷോഭങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.